വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBIക്ക് രേഖകൾ കൈമാറുന്നത് വൈകിയത് മുഖ്യമന്ത്രി ഓഫീസും അറിഞ്ഞുകൊണ്ടാണെന്ന വാർത്തയാണ് ഏറ്റവും പുതിയ പുറത്തുവരുന്നത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് രേഖകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയത് മാർച്ച് 26-നാണ്. പോലീസ് സംഭവിച്ച വീഴ്ച അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഓഫീസ് ഇടപെട്ടില്ല. നേരത്തെ തന്നെ ഇത് പല ഉന്നതങ്ങളിലും ഇടപെടലുണ്ട് എന്നൊക്കെ വാർത്തകൾ പുറത്തുവരുന്നു. രാജീവ് 26-ന് 9-ാം തീയതി ഉത്തരവിടുന്നു. 26-ന് ഏറെ വിവാദം. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാകുന്ന. റിപ്പോർട്ട് ആദ്യം പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. അന്വേഷണം വൈകുന്നു എന്ന കാര്യം ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ചെരുവിരൽ അനക്കിയിട്ടില്ല. വീഴ്ചയിൽ മുഖ്യമന്ത്രി ഓഫീസിന് പങ്ക് എന്നല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്? രാജീവ്, ഉമേഷ്, തീർച്ചയായും അത്തരം രേഖകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ മാസം 9-നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ തുടർന്ന് അന്ന് വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നിർദ്ദേശം നൽകുകയും വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷമാണ് അനിശ്ചിതമായി നടപടികൾ വൈകിയത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നടപടികൾ വൈകിയെന്നായിരുന്നു ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. മാർച്ച് 26-ന് മാത്രമാണ് സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിടാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയത് എന്ന് തെളിയിക്കുന്ന രേഖകൾ ജനൻ TV പുറത്തുവിട്ടിരുന്നു. മാർച്ച് 26, 27 തീയതികളിലായി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ തുടങ്ങിയത്. അതിന് കാരണമായി ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ നൽകണം, മാത്രമല്ല കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള രേഖകൾ ആഭ്യന്തര വകുപ്പിലേക്ക് നൽകണം. ഇക്കാര്യത്തിൽ 16-ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും 26-ന് മാത്രമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആഭ്യന്തര വകുപ്പിൽ ലഭിച്ചത്. അതിനുശേഷമാണ് നടപടിക്രമങ്ങൾ തുടങ്ങിയത് എന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ച വിശദീകരണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി പുറത്തേക്ക് വരുന്നത്. അതായത് ഈ ആഭ്യന്തര വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചപ്പോൾ തന്നെ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിരുന്നു. പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പെർഫോമർ റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റു രേഖകളുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിരുന്നത്. ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി ഈ രേഖകൾ നൽകിയത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായി തന്നെ അറിയാമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടും അന്വേഷണം അനിശ്ചിതമായി വൈകുകയാണ് എന്ന കാര്യം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഘട്ടത്തിലും ഇതിൽ ഇടപെട്ടില്ല. മാത്രമല്ല 26, 27 തീയതികളിലായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് 28-ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും ഒരു DYSPയെ ഡൽഹിയിലേക്ക് അയക്കുന്നതും ഈ രേഖകൾ നേരിട്ട് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് നൽകുന്നതും. പക്ഷേ ആ നടപടിക്രമങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടി അറിഞ്ഞുകൊണ്ടാണ് നടന്നത് എന്ന് വ്യക്തമാണ്. ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി രേഖകൾ നൽകിയില്ല എന്ന കാര്യം കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും സ്വീകരിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ നേരത്തെ ആരോപിച്ചിരുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് താൻ നിരവധി തവണ പരാതി പറഞ്ഞിരുന്നു. വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് ശേഷവും മറ്റു നടപടികൾ ആഭ്യന്തര വകുപ്പിൽ സ്വീകരിക്കുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിട്ടും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി ഇവിടെയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുമെന്ന ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സിദ്ധാർത്ഥന്റെ പിതാവിന് നൽകിയത്. ഇതിനെ തുടർന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെടുന്നത്. തുടർന്നാണ് ഈ നടപടികളിൽ അല്പമെങ്കിലും വേഗത വന്നത് എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൃത്യമായി DGPയുടെ ഓഫീസിൽ നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ ഇടപെട്ടില്ല എന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയരുകയാണ്. ബോധപൂർവം ഈ അന്വേഷണം വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ അന്വേഷണം പരമാവധി വൈകിപ്പിക്കുക, അതുകൂടി തെളിവുകൾ നശിപ്പിക്കുക, പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഇത്തരത്തിലുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകിയെന്ന് മനസ്സിലാക്കിയിട്ടും ഇതുവരെ സംസ്ഥാന പോലീസ് മേധാവിയോട് വിശദീകരണം തേടാൻ സംസ്ഥാന സർക്കാർ നേരിട്ട് തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ആഭ്യന്തര സെക്രട്ടറി DGPയോട് വിശദീകരണം തേടിയത്. ആ DGPയോട് വിശദീകരണം തേടിയ ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ആഭ്യന്തര സെക്രട്ടറി ചോദിക്കുന്നുണ്ട്, എല്ലാ നടപടിക്രമങ്ങളും അറിയാമായിരുന്ന ആളായിട്ട് പോലും പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ നൽകാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്, സർക്കാരിന്റെ പ്രതിച്ഛായ അത് മോശമായി ബാധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. തന്നെയാണ് ഈ കേസിലെ വലിയൊരു വീഴ്ചയായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്നത്. അതായത് സംസ്ഥാനം ആദ്യമായി അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്, അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതൊക്കെ ആദ്യമായിട്ടല്ല. നിരവധി കേസുകളിൽ സംസ്ഥാന സർക്കാർ താല്പര്യമുള്ളതും അല്ലാത്തതുമായ നിരവധി കേസുകളിൽ CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന നടപടിക്രമങ്ങൾ പോലീസൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത്, ആഭ്യന്തര വകുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കേസിൽ മാത്രം
ഡൽഹിയിലേക്ക് അയക്കേണ്ട ഫയലുകൾ കൊച്ചിയിലേക്ക് അയക്കുന്നു, അതിൻ്റെ രേഖകൾ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് അവിടേക്ക് എത്തിക്കുന്നു. അതിനൊക്കെ ദിവസങ്ങളുടെ കാലതാമസം വരുന്നു, തെറ്റായ വിവരങ്ങൾ കൈമാറുന്നു, രേഖകൾ കൈമാറേണ്ട ആളുകൾ കൈമാറുന്നില്ല. അങ്ങനെ ഈ സംഭവിച്ചൊക്കെ ഗുരുതര വീഴ്ച തന്നെയാണ്. അതിനെ അറിവില്ലായ്മയെന്നോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഉണ്ടായ തെറ്റിദ്ധാരണ ഒന്നും പറയാൻ സാധിക്കില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ആദ്യമായല്ല ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരം നടപടിക്രമങ്ങൾ കടക്കുന്നതോ ഒക്കെ. അപ്പോൾ എവിടെയാണ് ഈ വീഴ്ച പറ്റിയെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഭാഗവാക്കാവുന്നു, അല്ലെങ്കിൽ ഈ വീഴ്ചകൾക്ക്, മനഃപൂർവ്വമായ വീഴ്ചകൾക്ക് മുഖ്യമന്ത്രി ഓഫീസ് കൂടി ഭാഗമായി എന്നല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും ഉമേഷ്. കാരണം ആദ്യമായിട്ടല്ല സംസ്ഥാന പോലീസ് ഇത്തരത്തിൽ CBI അന്വേഷണം കൈമാറുന്ന കേസുകളിൽ, വിജ്ഞാപനം പുറപ്പെടുവിച്ച കേസുകളിലൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. ദ്രുതഗതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ CBI ആസ്ഥാനത്ത് നൽകണമെന്ന് അറിയാത്തവരല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ. കാരണം സംസ്ഥാന പോലീസ് മേധാവിയുണ്ട്, ഉന്നത IPS ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെ CBIയിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത ആളുകൾ പോലും സംസ്ഥാന പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായി തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ അറിയാമെന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഈ ഗുരുതരമായ വീഴ്ച പോലീസിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടും ഇതിൽ മൗനം പാലിക്കുന്നു എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടാനുണ്ടായ കാരണം ഹൈക്കോടതി ഇടപെടൽ മാത്രമാണ്. കാരണം ഹൈക്കോടതി ഇന്നലെ കുറേ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരുന്നു. ആരുടെയൊക്കെ ഭാഗത്താണ് ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ഹൈക്കോടതി അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ കടക്കുകയാണെങ്കിൽ സർക്കാരിനത് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രഥമ ദൃഷ്ട്യാ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ 3 സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തല്ല വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് 26 മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തെളിവുകൾ ജനൻ ടിവിയാണ് പുറത്തുവിട്ടത്. അതായത് 26, 27 തീയതികളായി ഈ ഫയൽ നീക്കം കൃത്യമായി തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തുടർന്ന് ഡൽഹിയിലേക്ക് ഈ രേഖകൾ കൊടുത്തുവിടുന്നത്. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം ഏതായാലും ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇതിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുകൂടി വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടി വീഴ്ച ബോധപൂർവ്വം തന്നെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ നമുക്കറിയാം അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാരിന്റെ അതുപോലെ തന്നെ പോലീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു തുടക്കം മുതൽ ഈ കേസിൽ സർക്കാരും പോലീസും നടത്തിയത്. അതിനുശേഷം സിദ്ധാർത്ഥന്റെ പിതാവിന്റെ വെളിപ്പെടുത്തൽ ജനൻ ടിവിയാണ് പുറത്തുവിടുന്നത്. ഒരുപക്ഷെ ജനൻ ടിവി ഇത് പുറത്തുവിട്ടതിന് ശേഷമാണ് പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെയും SFIക്കെതിരെയും ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിലൊക്കെ SFI നേതാക്കളെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാരും പോലീസും ആദ്യഘട്ടത്തിൽ നടത്തിയത്. എന്നാൽ പ്രതിഷേധങ്ങൾ ശക്തമായതോടുകൂടിയാണ് SFIയെ കൈവിടുന്ന ഒരു സമീപനത്തിലേക്ക് പല നേതാക്കളും എത്തിയത്. പക്ഷേ അപ്പോഴും നമുക്കറിയാം പോലീസ് അന്വേഷണം കൃത്യമായി ഇവരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കോളേജ് അധികൃതരും അത്തരമൊരു നീക്കം തന്നെയായിരുന്നു നടത്തിയത്. അവിടെയാണ് ഗവർണർ കൃത്യമായൊരു ഇടപെടൽ നടത്തിയത്. ഗവർണർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇഴഞ്ഞ് നീങ്ങുമായിരുന്നു. ഗവർണർ ഉടൻ തന്നെ വൈസ് ചാൻസലറെ അതുപോലെ തന്നെ ഡീനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കമിടുകയും നിലവിൽ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അത്തരം നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടർന്നു വരികയാണ്. ഇതിനിടെയാണ് CBI കൂടി അന്വേഷണത്തിലേക്ക് എത്തുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വലിയ രീതിയിലുള്ള ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ കേസിന്റെ അന്വേഷണം വൈകിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി കൂട്ടുനിന്നു എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. സാങ്കേതിക വശങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞൊരു ഒറ്റ വാക്കുണ്ട്, മുഖ്യമന്ത്രി എന്നെ ചതിക്കുകയായിരുന്നു. ആ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ തീർച്ചയായും അങ്ങനെ കൂടി കരുതേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആദ്യഘട്ടത്തിലൊക്കെ നമുക്കറിയാം സിദ്ധാർത്ഥന്റെ കുടുംബം സർക്കാരിനെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. പോലീസ് അന്വേഷണത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ആദ്യഘട്ടത്തിലൊന്നും അന്വേഷണത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി SFI നേതാക്കളിലേക്ക് എത്തുന്നില്ല എന്ന സിദ്ധാർത്ഥന്റെ പിതാവ് ആരോപണം ഉന്നയിക്കുന്നത്.